بسم الله الرحمن الرحيم. وما أرسلنا في قرية من نذير إلا قال مترفوها إنا بما أرسلتم به كافرون وقالوا نحن أكثر أموالا وأولادا وما نحن بمعذبين قل إن ربي يبسط الرزق لمن يشاء ويقدر ولكن أكثر الناس لا يعلمون وما أموالكم ولا أولادكم بالتي تقربكم عندنا زلفى إلا من آمن وعمل صالحا فأولئك لهم جزاء الضعف بما عملوا وهم في الغرفات آمنون والذين يسعون في آياتنا معاجزين أولئك في العذاب محضرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1485 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായമായ സൂറത്ത് സബയിലെ 34 മുതൽ 38 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلنا في قرية من نذير إلا قال مترفوها إنا بما أرسلتم به كافرون وقالوا نحن أكثر أموالا وأولادا وما نحن بمعذبين قل إن ربي يبسط الرزق لمن يشاء ويقدر ولكن أكثر الناس لا يعلمون وما أموالكم ولا أولادكم بالتي تقربكم عندنا زلفى إلا من آمن وعمل صالحا فأولئك لهم جزاء الضعف بما عملوا وهم في الغرفات آمنون والذين يسعون في آياتنا معاجزين أولئك في العذاب محضرون. صدق الله العلي العظيم. സൂറത്ത് സബയിലെ 34 മുതൽ 38 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ചില ചരിത്ര പ്രാധാന്യമുള്ള വിഷയങ്ങളെ പ്രതിപാദിച്ച ശേഷം സൂറത്ത് സബയില് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് വീണ്ടും മക്കയിലെ പ്രബോധിത സമൂഹം, വിശുദ്ധ ഖുർആന്റെ ആദ്യ തലമുറയിൽപ്പെട്ട അനുവാചകർ, അവരെ അവരുടെ വിശ്വാസരാഹിത്യത്തിന്റെ, വിശുദ്ധ ഖുർആനെ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുന്നതിന്റെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ ദൂതനായിട്ട് അംഗീകരിക്കാതിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിന്റെ ചില ഭാഗങ്ങൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായിട്ട് പഠന വിധേയമാക്കിയ ആയത്തുകളിലായിട്ട് കാണുകയുണ്ടായി. മക്കയിലെ ദൈവിക വേദങ്ങളിൽ വിശ്വാസമില്ലാത്ത ആ ജാഹിലിയ അറബി മുശ്രിക്ക് സമൂഹം, ബഹുദൈവാരാധകരായ ആളുകൾ,
അവര് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഖുർആനിൽ വിശ്വസിക്കാൻ തങ്ങൾ സന്നദ്ധരല്ല. ഇതിന്റെ മുമ്പ് അവതീർണമായ വേദഗ്രന്ഥങ്ങളെന്ന് പറയപ്പെടുന്നവയും വിശ്വസിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന വിധത്തിലാണ്. ദൈവിക വെളിപ്പാടുകള് അവയുടെ യുക്തി തലത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും മനുഷ്യ ശ്രദ്ധയെയും മനുഷ്യന്റെ ദൈക്ഷണികമായ അന്വേഷണത്തെയും ഒക്കെ ആകർഷിക്കുന്ന വിധത്തിലുള്ളതാണ് ദൈവിക വെളിപ്പാടുകൾ. പൂർവിക വേദങ്ങളിലും അള്ളാഹുവിന്റെ ഏകത്വത്തെയും പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെയും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ആയാത്തുകൾ തന്നെയായിരുന്നു അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അവയെ വേണ്ട പരിഗണന നൽകിക്കൊണ്ട് ഉൾക്കൊള്ളാൻ പലരും സന്നദ്ധരാവാറുണ്ടായിരുന്നില്ല. ഇപ്പോ മക്കയില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും സ്വീകരിക്കുന്നത് അതേപോലെയുള്ള ഒരു പൂർണ്ണമായി അടച്ചു നിഷേധിക്കുന്ന ഒരു നിലപാടാണ്. അതുകൊണ്ടൊന്നും യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുന്നതിൽ നിന്ന് അവര് രക്ഷപ്പെടാൻ പോകുന്നില്ല. വിശുദ്ധ ഖുർആൻ നടത്തുന്ന വെളിപ്പെടുത്തല് തീർച്ചയായിട്ടും സത്യമായിട്ട് പുലരും. അവരെല്ലാവരും തന്നെ ഒരു നാളിൽ പടച്ച തമ്പുരാന്റെ മുന്നില് ഹാജരാക്കപ്പെടും. ആ ഘട്ടത്തിൽ അവര് പരസ്പരം ആക്ഷേപിക്കുന്ന ഒരു സംസാരത്തിലേക്ക് പോകുന്നത് കാണാം. നിങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ, നിങ്ങൾ രംഗത്തുണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങളൊക്കെ വിശ്വാസികളായിട്ടുണ്ടാകുമായിരുന്നു എന്ന് ദുർബലര് കേമന്മാരായിരുന്ന ആളുകളോട് ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. അതുപോലെ അതിന് മറുപടിയായിട്ട് വലിയ കേമന്മാരായിട്ട് ഭൂമുഖത്ത് ജീവിച്ചിരുന്ന ആളുകൾ ദുർബലരായ ആ ആളുകളോട് പറയുക, ഞങ്ങള് നിങ്ങളെ തടഞ്ഞു നിർത്തി എന്നാണോ നിങ്ങൾ പറയുന്നത്? സത്യം നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് അത് അംഗീകരിക്കാതിരിക്കാൻ ഞങ്ങൾ തടസ്സം നിന്നതായിരുന്നോ യഥാർത്ഥത്തിൽ കാരണം? സത്യത്തില് നിങ്ങള് കുറ്റവാളികളായ ഒരു സമൂഹമായിരുന്നില്ലേ? നിങ്ങളുടെ തന്നെ ഉള്ളിന്റെ ഉള്ളില് നിങ്ങളത് ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതിരുന്ന, നിങ്ങളുടെ സന്നദ്ധതയില്ലായ്ക കൊണ്ടു നടന്ന ആളുകളല്ലേ? അപ്പൊ തുടർന്ന് ദുർബലരായ ആളുകൾ പറയുക, ധിക്കാരികളായ അല്ലെങ്കിൽ കേമന്മാരായി നടിച്ചിരുന്ന ആളുകളോട് പറയുന്നത്, രാവും പകലും നിങ്ങൾ ഞങ്ങൾക്കെതിരില് ഞങ്ങളെ വിശ്വാസ മാർഗത്തിലേക്ക് വരുന്നത് തടയുന്ന വിധത്തില് കുതന്ത്രങ്ങളുമായിട്ട് നടക്കുകയായിരുന്നല്ലോ നിങ്ങൾ. ഞങ്ങളോട് നിങ്ങൾ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് അള്ളാഹുവിനെ നിഷേധിക്കുവാനും അവനിൽ പങ്കാളികളെ ചേർക്കുവാനും ഒക്കെ ആയിരുന്നല്ലോ എന്നാണ് അവരുടെ പ്രതികരണം. എന്നാൽ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ അവര് അഭിമുഖീകരിക്കാൻ പോകുന്ന ഭീകരമായ അവസ്ഥ കണ്ടുകൊണ്ട് അവരുടെ ആ നെടുംഖേദം മനസ്സിൽ രഹസ്യമായി ഒളിപ്പിക്കുകയാണ്. ശിക്ഷ കാണാൻ ഇടയായപ്പോൾ അവര് അള്ളാഹുവിന്റെ ശിക്ഷാ നടപടിയുടെ ഭാഗമായിട്ട് അവരുടെ കണ്ടങ്ങളിൽ ചങ്ങലകള് കുരുക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകും എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ കുറ്റവാളികൾക്ക് അവരുടെ ചെയ്തികൾക്ക് തത്തുല്യമായ ശിക്ഷയല്ലാതെ നൽകപ്പെടുമോ എന്നതാണ് അള്ളാഹു അവിടെ ചോദിക്കേണ്ടായ ഒരു കാര്യം. അതിനെ തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകളിൽ അള്ളാഹു എങ്ങനെയാണ് ഒരു സമൂഹത്തിലേക്ക് ഒരു ദൈവിക ദൂതൻ നിയോഗിച്ചയക്കപ്പെട്ടതിനെ തുടർന്ന് ആ സമൂഹം ദൈവിക ശിക്ഷക്ക് അർഹരായി മാറുന്നത് എന്നതിന്റെ ഒരു ചിത്രം വരച്ചു കാണിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട്. നമുക്ക് ആ ആയാത്തുകള്
4 മുതൽ 38 വരെയുള്ള ആയാത്തുകൾ ശ്രദ്ധാപൂർവം ഒന്ന് വായിച്ചു നോക്കാം. വമാ അർസൽന ഫീ ഖറിയത്തിൻ മിൻ നദീരിൻ, ഒരു നാട്ടിലേക്കും നാം ഒരു താക്കീതുകാരനെ നിയോഗിച്ചിട്ടില്ല. അപ്പൊ ഒരു ഖറിയത്തിലേക്കും, ഒരു ഖറിയ ഞാൻ പലപ്പോഴും വിശദീകരിച്ചിട്ടുള്ളതാണ്, വളർച്ചയുടെ ഏത് ഘട്ടത്തിലുള്ള ഒരു ആവാസ കേന്ദ്രത്തിനും ജനവാസ കേന്ദ്രത്തിനും ഈ ഖറിയ എന്ന വാക്ക് വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. ഗ്രാമമാവാം, പട്ടണമാവാം, നഗരമാവാം. ഈ വിധത്തിലൊക്കെ ആ പദം ഉപയോഗപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഒരു നാട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു പട്ടണത്തിലേക്ക്, ഒരു ജനവാസ കേന്ദ്രത്തിലേക്ക് നാം ഒരു ദൂതനെ താക്കീതുകാരനായി അയക്കുന്നു എന്ന് വെക്കുക. അങ്ങനെ ഒരിക്കലും ഉണ്ടാവുന്നില്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ കാല മുത്രഫൂഹ, അവിടുത്തെ വരേണ്യവർഗം സുഗലോരുപരും അധികാരവും സ്വാധീനവും ഒക്കെയുള്ള ആളുകളുമായ കൂട്ടര്. മുത്രഫ് എന്ന് പറയുന്ന അതാണ്. അവിടെ മേധാവിത്വം കൈയാളിയിരുന്ന, ഡോമിനേറ്റ് ചെയ്ത് നിന്നിരുന്ന ആളുകൾ. അവര് സാമ്പത്തികമായി പ്രിവിലേജ്ഡ് ആണ്, സാമൂഹ്യമായും രാഷ്ട്രീയമായിട്ടുമൊക്കെ കരുത്തുള്ളവരാണ്, അവര് കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകള് ഇല്ല കാലം മുത്രഫൂഹ, അവരിങ്ങനെ പറയാൻ ഇടയാവാതെ, അല്ലെങ്കിൽ അങ്ങനെ പറയാത്ത വിധത്തില് ഒരിക്കലും തന്നെ ഒരു നാട്ടിലേക്ക് നാം ഒരു ദൂതനെ അയക്കുന്നില്ല എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്താണ് അവിടുത്തെ മുത്തറഫുകൾ പറയുന്നത്? അവിടുത്തെ കാര്യങ്ങളിൽ മേൽക്കൈ ഉണ്ടായിരുന്ന വരേണ്യവർഗം, അധികാരവും സ്വാധീനവും ഒക്കെ ഉണ്ടായിരുന്ന, അതുപോലെ സാമ്പത്തിക ശേഷിയുള്ള, കരുത്തും സ്വാധീനവും ഒക്കെയുള്ള ആളുകൾ. ആ ആളുകൾ ഇങ്ങനെയാണ് പറയുക, ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ, നിങ്ങൾ ഏതൊരു സംഗതിയുമായിട്ടാണോ അയക്കപ്പെട്ടിട്ടുള്ളത് അതിനെ ഞങ്ങൾ ഇതാ തള്ളിക്കളഞ്ഞിരിക്കുന്നു, ഞങ്ങൾ നിഷേധിച്ചു കളഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് അതിൽ വിശ്വാസമില്ല എന്ന് ഈ മേധാവികളായ ആളുകൾ പറയാത്ത വിധത്തിൽ ഒരു നാട്ടിലേക്കും ഒരു ദൂതനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അയക്കുകയുണ്ടായിട്ടില്ല എന്നാണ് അള്ളാഹുവിടെ വെളിപ്പെടുത്തുന്നത്. സകല പ്രവാചകന്മാരുടെയും അനുഭവം, അവരെ ഏതൊരു നാട്ടിലേക്കാണോ നിയോഗിച്ചയച്ചിട്ടുണ്ടായിരുന്നത് അവിടേക്ക് ആ സന്ദേശവുമായിട്ട് ചെല്ലുമ്പോൾ ആ നാട്ടിലെ പ്രമാണിമാര് സുഗലോലുപന്മാരും അധികാരവും സ്വാധീനവും ഒക്കെ ഉള്ള ആളുകളുമായ കൂട്ടര്, വരേണ്യവർഗം, അവര് നിങ്ങൾ കൊണ്ടുവന്നതിനെ നിഷേധിച്ചിരിക്കുന്നു എന്ന് പറയാത്തതായിട്ട് ഒരു അനുഭവവും ഇല്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ദൂതന്മാരെ അള്ളാഹു പല നാടുകളിലേക്കായിട്ട് പല ഘട്ടങ്ങളിലും നിയോഗിച്ചയച്ചിട്ടുണ്ട്. അങ്ങനെ ഏത് ഭൂപ്രദേശത്ത് ആണെങ്കിലും ദൈവിക ദൗത്യം നിർവഹിക്കാൻ വേണ്ടി വന്ന ദൂതന്മാർ അവരോട് നാട്ടിലെ സ്വാധീനമുള്ള, അധികാരവും കഴിവും കരുത്തും ഒക്കെ ഉണ്ടായിരുന്ന വരേണ്യവർഗം പറഞ്ഞിരുന്നത് ഇതേ കാര്യമാണ്. ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ, എന്തൊരു സംഗതിയുമായിട്ടാണോ നിങ്ങൾ നിയോഗിച്ചയക്കപ്പെട്ടിട്ടുള്ളത് അത് ഞങ്ങൾ ഇതാ തള്ളിക്കളഞ്ഞിരിക്കുന്നു, അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ഞങ്ങൾക്ക് അതിൽ വിശ്വാസമില്ല എന്ന് പച്ചയായിട്ട് പറയുന്ന ധാർഷ്ട്യമാണ് അവർ കാണിക്കുന്നത്. അവരങ്ങനെ പറയുന്നതിന് ഉള്ള ന്യായം, അവരാണ് സമ്പത്തുള്ളവര്, അവരാണ് അധികാരമുള്ളവര്, അവരാണ് സ്വാധീനമുള്ളവര്, മറ്റുള്ളവരുടെ മേൽ അടക്കി വാഴാൻ കഴിയുന്നവർ അവരാണ്. ആ ഒരൊറ്റ സംഗതി കാരണമായിട്ടാണ് അവര് ഈ വിധത്തിൽ ധിക്കാരപൂർവ്വം സംസാരിക്കുന്നത്. നിങ്ങൾ കൊണ്ടുവന്നതിനെ ഞങ്ങൾ ഇതാ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഈ വിധത്തില് വരേണ്യവർഗം പറയാതെ അള്ളാഹുവിന്റെ ഒരു ദൂതനും ഒരു പ്രദേശത്തും ദൗത്യം നിർവഹിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അള്ളാഹുവിടെ വെളിപ്പെടുത്തുന്നത്. വമാ അർസൽനാ ഫീ ഖറിയത്തിൻ മിൻ നദീരിൻ ഇല്ലാ ഖാല മുത്രഫൂഹ, അവിടുത്തെ പ്രമാണിമാര് സുഗലോലുഭരായിട്ടുള്ള ആളുകൾ, മേൽവർഗം, അവര്
ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ എന്ന് പറയാതെ ഒരു നാട്ടിലേക്കും നാം ഒരു ദൂതനെയും അയക്കുകയുണ്ടായിട്ടില്ല താക്കീതുകാരനായിട്ട് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അപ്പോ ദൂതന്മാർ കടന്നു ചെന്നിടത്തൊക്കെ അവർക്ക് പൊതുവായിട്ടുണ്ടായിരുന്ന അനുഭവം അവിടെ പ്രിവിലേജ്ഡ് ആയിട്ടുണ്ടായിരുന്ന ആളുകൾ സമ്പത്തും അധികാരവും സ്വാധീനവും അതുപോലെ ജന്മപരമായ കുലപരമായ സൗകര്യങ്ങളും അതുപോലെയുള്ള പ്രിവിലേജസും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ ആ ദൂതന്റെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അവരെ സ്വാഗതം ചെയ്യുക ആയിരുന്നില്ല ചെയ്തിട്ടുള്ളത്. മറിച്ച് അവര് അതിനെ തള്ളിക്കളയുന്നവരായിക്കൊണ്ടാണ് രംഗത്ത് വന്നിരുന്നത്. അതിന് വളരെ വ്യക്തമായിട്ടും കാരണം അവരുടെ ആ സാമ്പത്തിക ശേഷി, അതുപോലെ ആൾബലം, അതുപോലെ സുഖസൗകര്യങ്ങള്, അവര് ഉയർന്ന വിഭാഗത്തിൽ പെട്ടവരാണ് എന്ന തോന്നല്, ഇതൊക്കെ കാരണമായിട്ട് അവര് ഒരു തെറ്റായ ധാരണയില് ആണ് കഴിഞ്ഞുകൂടിയിട്ടുണ്ടായിരുന്നത് എന്നതാണ് ഇങ്ങനെ ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കാൻ അവർക്ക് കാരണമായി മാറിയിട്ടുള്ളത്. എന്തായിരുന്നു യഥാർത്ഥത്തിൽ അതിനുള്ള യഥാർത്ഥ കാരണം എന്നത് അള്ളാഹു തുടർന്ന് വ്യക്തമാക്കുന്നുണ്ട്. വഖാലു, അവരിങ്ങനെ കൂടി പറയുകയുണ്ടായി. എന്താണ് അവർ പറയുന്നത്? നഹ്നു അക്സറു അംവാലം വ ഔലാദ, ഞങ്ങള് സമ്പത്തും ആൾബലവും ഒക്കെ കൂടുതലുള്ളവരാണ്, ഞങ്ങളാണ് ഉയർന്നു നിൽക്കുന്നത്. സാമ്പത്തിക ശേഷി, നാട്ടിൽ എന്തിനെങ്കിലുമൊക്കെ കഴിവുള്ളവര് ഞങ്ങളാണ്, ഞങ്ങളെ കൂടെയാണ് ആളുള്ളത്, ഞങ്ങള് സമ്പത്തും സന്താനങ്ങളും ഒക്കെ ധാരാളം ഉള്ളവരാണ്. നഹ്നു അക്സറു അംവാലം വ ഔലാദ. അപ്പൊ അവര് കണക്കാക്കുന്നത് ഞങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടായത് എന്തുകൊണ്ടാണ്? അത് ഞങ്ങളെ പ്രത്യേകമായി ദൈവം അനുഗ്രഹിച്ചത് കൊണ്ടാണ്. നിങ്ങൾക്ക് അത് നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കരുതുന്ന പോലെ ഞങ്ങളല്ല മോശം അവസ്ഥയിലുള്ളത്, നിങ്ങളാണ് മോശം അവസ്ഥയിലുള്ളത്. കാരണം നോക്കൂ, ഞങ്ങൾക്കാണ് സമ്പത്തും സന്താനങ്ങളും ഒക്കെ വേണ്ടത്ര ഉള്ളത്. അപ്പൊ അവർ പറയുന്ന കാര്യം അതാണ്. നഹ്നു അക്സറു അംവാലം വ ഔലാദ, ഞങ്ങൾക്കാണ് മക്കളും സന്താനങ്ങളും സമ്പത്തും ഒക്കെ കൂടുതലുള്ളത്. വമാ നഹ്നു ബി മുഅദ്ദബീൻ, അതുകൊണ്ട് തന്നെ ഞങ്ങള് ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. ശിക്ഷിക്കപ്പെടാൻ അർഹതയുള്ളവരായിരുന്നു ഞങ്ങളെങ്കിൽ ഈ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. ദൈവം ഞങ്ങൾക്കായിട്ട് പ്രത്യേകമായി ഞങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ സാധ്യതകളൊക്കെ തുറന്നു തന്നത് നിങ്ങൾ കാണുന്നില്ലേ? ധാരാളം സമ്പത്ത്, അധികാരം, സ്വാധീനം, ധാരാളം മക്കള്, ആൾബലം, ഇതൊക്കെ ഞങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ കാണുന്ന വിധത്തിൽ തന്നെ ദൈവത്തിന് ഇഷ്ടമുള്ള ആളുകൾ ഞങ്ങളായിരിക്കെ ഞങ്ങൾ ശിക്ഷ ഏറ്റുവാങ്ങുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് നിങ്ങളുടെ മൂഢമായ ഒരു വിചാരം മാത്രമാണ്. വമാ നഹ്നു ബി മുഅദ്ദബീൻ, ഞങ്ങള് ശിക്ഷ ഏറ്റുവാങ്ങാൻ പോകുന്ന ആളുകളെ അല്ല. ഇപ്പൊ തന്നെ കാണുന്നില്ലേ, സമ്പത്ത് കൂടുതൽ ഞങ്ങൾക്കാണ്, സ്വാധീനവും അധികാരവും ഒക്കെ കൂടുതൽ ഉള്ളത് ഞങ്ങൾക്കാണ്, ഞങ്ങളാണ് ഇവിടുത്തെ വരേണ്യവർഗം, ഞങ്ങൾക്ക് മക്കളും ഒക്കെ തന്നെ ധാരാളം ഉണ്ട്, ആൾബലമുണ്ട്, ഇതൊക്കെ തന്നെ ഞങ്ങളാണ് കൂടുതൽ ഉയർന്നവർ, ഞങ്ങളാണ് കൂടുതൽ മെച്ചപ്പെട്ടവർ എന്നതിന്റെ സൂചനയാണല്ലോ. എന്നിട്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങള് ശിക്ഷ ഏറ്റുവാങ്ങാൻ പോകുന്നവരാണ് എന്നാണോ? വമാ നഹ്നു ബി മുഅദ്ദബീൻ, ഞങ്ങള് ഇനിയും ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും തന്നെ ശിക്ഷ ഏറ്റുവാങ്ങുന്നവരാകൂല. ഇവിടെ ദൈവികാനുഗ്രഹങ്ങൾ ഞങ്ങൾക്കാണ് കിട്ടിയത്, നിങ്ങൾക്കല്ലല്ലോ. നിങ്ങളെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അതൊന്നും തന്നിട്ടില്ല. നിങ്ങൾ ഇവിടുത്തെ ആർക്കും വേണ്ടാത്ത, ദുർബലരായ, അവഗണിക്കപ്പെടുന്ന, സ്വാധീനമില്ലാത്ത, ശക്തിയില്ലാത്ത, കരുത്തില്ലാത്ത കൂട്ടരാണ്, ആൾബലവും കുറവാണ്. എന്നാൽ ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ല. ഇനി മറ്റൊരു ലോകമുണ്ടെങ്കിൽ അവിടെയും ഞങ്ങള് ഈ ദൈവത്തിന്റെ തൃപ്തിപ്പെട്ട ആളുകൾ തന്നെ ആയിരിക്കും. ഇവിടുത്തെ പോലെ തന്നെ ശക്തിയും സ്വാധീനവും അതുപോലെ ആൾബലവും ഒക്കെ ഉള്ളവരായിരിക്കും. നിങ്ങളായിരിക്കും അവിടെ ദുരിതം പേറുന്നവരായിട്ടുണ്ടാവുക. ഞങ്ങൾ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരാവുകയില്ല. ഇതാണ് അവര് തെളിവ് സഹിതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
നിങ്ങൾ കാണുന്നില്ലേ, നാട്ടിൽ ആരാ പ്രമാണിമാര്, ആരാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്, ആരാണ് അധികാരത്തിൽ വരുന്നത്, ആരുടെ കൂടെയാണ് ജനങ്ങളും ഏറ്റവും ഏറെ ഉള്ളത്. അപ്പോ ഇവിടെ തന്നെ പ്രത്യക്ഷത്തില് ദൈവിക അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ളത് ഞങ്ങളാണ്. എന്നിട്ട് ഞങ്ങള് ശിക്ഷിക്കപ്പെടും എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയല്ല. വമാ നഹ്നു ബിമുഅദ്ദബീൻ, ഞങ്ങൾ അങ്ങനെ ശിക്ഷ ഏറ്റുവാങ്ങാനൊന്നും പോകുന്നില്ല എന്നാണ് അവരുടെ പ്രതികരണം. എന്നിട്ട് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഒരു നിർദ്ദേശം നൽകുകയാണ്, പ്രവാചകരെ അവരോട് ഈ കാര്യം പറയുക. ഖുൽ ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, തീർച്ചയായിട്ടും എന്റെ നാഥന്, എന്റെ റബ്ബിന് ഒരു പോളിസി ഉണ്ട്. സമ്പത്തും സന്താനങ്ങളും ഒക്കെ നൽകി ജനങ്ങളെ അനുഗ്രഹിക്കുന്നതിന് എന്റെ റബ്ബിന് ഒരു നയമുണ്ട്. എന്താണത്? ഖുൽ, പറഞ്ഞേക്കുക, ഇന്ന റബ്ബി, നിശ്ചയമായിട്ടും എന്റെ നാഥൻ, യബ്സുത്തു റിസ്ഖ ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വിഭവങ്ങൾ അങ്ങ് നീട്ടിക്കൊടുക്കും. അത് അവരോട് ഇഷ്ടമുണ്ടായി എന്നുള്ളതിന് തെളിവൊന്നുമല്ല. അത് അവരെ നോക്കാൻ വേണ്ടിയാണ്, അവരെ നിരീക്ഷിക്കാനും അവരെ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കാനും വേണ്ടിയാണ് ചിലർക്ക് അള്ളാഹു വിഭവങ്ങൾ അങ്ങനെ ധാരാളമായിട്ട് നീട്ടിക്കൊടുക്കുന്നത്. വർദ്ധിച്ച വിഭവങ്ങള് ചൊരിഞ്ഞു കൊടുക്കുന്നതിന്റെ കാരണം അതാണ്. അതുപോലെ വയഖ്ദിറു, അവൻ ചുരുക്കി പിടിക്കുകയും ചെയ്യും വേറെ ചിലർക്ക്. ചിലർക്ക് അവൻ നീട്ടിക്കൊടുക്കുന്നു, ധാരാളമായി ഉദാരമായിട്ട് വിഭവങ്ങള് കയ്യയച്ചു കൊടുക്കുന്നു. യർസുഖു യബ്സുത്തു റിസ്ഖ ലിമൻ യശാ, അവൻ ഇച്ഛിക്കുന്നവർക്ക് റിസ്ഖ് അവൻ കയ്യയച്ച് നൽകുന്നു. വയഖ്ദിറു, വേറെ ചിലർക്ക് അവന് അത് പരിമിതപ്പെടുത്തി മാത്രം നൽകുന്നു. അപ്പൊ ഇത് എന്റെ റബ്ബിന്റെ മശീഅത്തിൽ പെട്ടതാണ്, എന്റെ റബ്ബിന്റെ തീരുമാനമാണ്, ഇച്ഛയാണ്. അത് നിങ്ങളുടെ യോഗ്യതയും അർഹതയും ഒന്നുമല്ല. എന്റെ റബ്ബ് ചിലർക്ക് വിഭവങ്ങള് വർദ്ധിച്ച തോതിൽ അങ്ങ് കയ്യയച്ച് നൽകുന്നു, വേറെ ചിലർക്ക് നിയന്ത്രിച്ചുകൊണ്ട് നൽകുന്നു. വർദ്ധിച്ച തോതിൽ നൽകുന്നത് പരീക്ഷണമാണ്. എന്താണ് ഈ ധാരാളം വിഭവങ്ങൾ കിട്ടിയ ആളുകൾ ചെയ്യുക, അവരുടെ പ്രതികരണം എന്തായിരിക്കും, അവരുടെ നിലപാട് എന്തായിരിക്കും എന്നത് അള്ളാഹു പരീക്ഷിക്കുകയാണ്. അതേപോലെ തന്നെ വളരെ പരിമിതമായിട്ട് മാത്രം വിഭവങ്ങൾ നൽകപ്പെട്ട ആളുകളെയും അള്ളാഹു പരീക്ഷിക്കുകയാണ്. എന്താണ് അവരുടെ നിലപാട്, അവരെങ്ങനെ ആ സാഹചര്യത്തെ നേരിടുന്നു, അവര് എന്ത് പ്രതികരണമാണ് നടത്തുക, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അള്ളാഹു പരീക്ഷിക്കും. ഇതാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, എന്റെ നാഥൻ, എന്റെ റബ്ബ് ചിലർക്ക്, അവന് ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ഖ് കയ്യയച്ച് ധാരാളമായിട്ട് നൽകുന്നു. വയഖ്ദിറു, വേറെ ചിലർക്ക് അവൻ വളരെ പരിമിതമായിട്ട് നിയന്ത്രിച്ച് അളന്ന് മുറിച്ച് കണക്കാക്കി മാത്രം കൊടുക്കുന്നു. ഇത് അവന്റെ ഒരു തീരുമാനമാണ്, അവന്റെ ഇച്ഛ അനുസരിച്ചുള്ള ഒരു നടപടിയാണ്. യഖ്ദിറു എന്ന് പറഞ്ഞാൽ ഖദറാക്കുക എന്ന്, കണക്കാക്കുക എന്ന് പറഞ്ഞാൽ പരിമിതപ്പെടുത്തി കൊടുക്കുക, അളന്ന് കണക്കാക്കി വളരെ പിശുക്ക് കാണിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു രീതിക്കാണ് ആ പദം ഉപയോഗിക്കുക. വളരെ പരിമിതമായിട്ട് മാത്രം ചിലർക്ക് നൽകുന്നു, വേറെ ചിലർക്ക് വളരെ കയ്യയച്ച് നൽകുകയും ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹു പറയാം, വലാകിന്ന അക്സറ അന്നാസി ലാ യഅലമൂൻ, എന്നാൽ ആളുകളിൽ അധിക പേർക്കും ഇങ്ങനെയുള്ള നടപടിയുടെ യാഥാർത്ഥ്യം എന്താണ് എന്നത് അറിയുകയില്ല. വലാകിന്ന അക്സറ അന്നാസി, ജനങ്ങളിൽ അധിക പേർക്കും ലാ യഅലമൂൻ, കാര്യങ്ങൾ അറിയുന്നില്ല. കാര്യങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഈ വിഭവ വിതരണത്തിന് അള്ളാഹു സ്വീകരിക്കുന്ന, പിന്തുടരുന്ന നയം, നിലപാട് ഒക്കെ, അതിന്റെ രഹസ്യം എന്താണ്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നത് അധിക പേർക്കും അറിയുകയില്ല. ധാരാളം ധനവും സമ്പത്തും സന്താനങ്ങളും ഒക്കെ കിട്ടിയ ആളുകൾ കരുതുന്നത്, അതൊരു തെറ്റിദ്ധാരണയാണ്. അവർ കരുതുന്നത് അള്ളാഹ്ക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് തന്നതാണ്. എന്റെ അയൽവാസി കഷ്ടപ്പെടേണ്ടി വരുന്നത്, അയാൾക്ക് ഒന്നും കൊടുക്കാതിരിക്കുന്നത്, അയാൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എന്നാണ്. ഇത് അവരുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്, ജനങ്ങളുടെ മൂഢമായ ഒരു ധാരണയാണത്. ചിലർക്ക് അള്ളാഹു ധാരാളം നൽകുന്നു, വേറെ ചിലർക്ക് അവൻ പരിമിതമായിട്ട് മാത്രം നൽകുന്നു. രണ്ടും
ആളുകളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ജീവിതം അങ്ങനെയാണ്. ജീവിതം ഒരു പരീക്ഷണമാണ്. മനുഷ്യനെ അവരുടെ ക്വാളിറ്റി പരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമായിട്ടാണ് അള്ളാഹു ജീവിതത്തെ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ആളുകള് വലാക്കിന്ന അക്സറന്നാസിലായാലും ജനങ്ങളിലേറെ പേരും ഈ കാര്യം അള്ളാഹുവിന്റെ വിഭവങ്ങൾ നൽകുന്നതിൽ അള്ളാഹു പിന്തുടരുന്ന നയം നിലപാടും ഒക്കെ കാര്യത്തില് യാതൊന്നും അതിന്റെ യാഥാർത്ഥ്യം അറിയാത്തവരാണ്. വമാ അംവാലുക്കും വല ഔലാദുക്കും ബില്ലത്തി തുഖർരിബുക്കും ഇൻദനാ സുൽഫ. എന്നിട്ട് തുടർന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഉണ്ടല്ലോ. വമാ ഔലാദുക്കും വമാ അംവാലുക്കും വല ഔലാദുക്കും, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും. മാല് എന്ന് പറഞ്ഞ സമ്പത്താണ്, അംവാൽ അതിന്റെ ബഹുവചനാണ്. ഔലാദ് വലതിന്റെ ബഹുവചനാണ് ഔലാദ്. വലത് എന്ന് പറഞ്ഞാൽ മകൻ, ആൺകുട്ടി എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഇവിടെ വമാ അംവാലുക്കും വല ഔലാദുക്കും, നിങ്ങളുടെ സ്വത്തുവകകളും സമ്പത്തുക്കളും ഒക്കെയും അതുപോലെ നിങ്ങളുടെ സന്താനങ്ങളും ബില്ലത്തി തുഖർരിബുക്കും ഇൻദനാ സുൽഫ, അതല്ല നിങ്ങളെ അള്ളാഹുവിനോട് അടുപ്പിച്ചു നിർത്തുന്ന, നിങ്ങൾക്ക് അടുപ്പമുള്ള ഒരു സ്ഥാനം ഉണ്ടാക്കി തരുന്ന കാര്യം. നിങ്ങൾ സമ്പന്നനാണ്, ധാരാളം സന്താനങ്ങളുള്ള ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ വലിയ സ്വാധീനമുള്ള, വലിയ സാമ്പത്തിക ശേഷിയുള്ള, ആൾബലമുള്ള ആളാണ് എന്നതല്ല നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടുപ്പമുള്ള ഒരു സ്ഥാനം നേടിത്തരുന്നത് എന്നതാണ് അള്ളാഹു ഇവിടെ വെളിപ്പെടുത്തുന്ന കാര്യം. ദരിദ്രന് പടച്ച തമ്പുരാനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു അവസരം, ഒരു സ്ഥാനം ലഭിക്കാം, അതിന് തടസ്സമൊന്നുമില്ല. സമ്പന്നൻ പടച്ച തമ്പുരാനിൽ നിന്ന് ഒരുപാട് അകറ്റപ്പെടുകയും ചെയ്യാം, അതും സാധ്യതയുണ്ട്. അത് ഓരോരുത്തരും സ്വീകരിക്കുന്ന നിലപാട് പോലെയാണ് ഉണ്ടാവുക. അപ്പൊ ഒമാ അംവാലുക്കും വല ഔലാദുക്കും, നിങ്ങളുടെ സമ്പത്തുക്കളുമല്ല സന്താനങ്ങളുമല്ല, ബില്ലത്തി തുഖർരിബുക്കും ഇൻദനാ സുൽഫ, നമ്മുടെ അടുക്കല് നിങ്ങൾക്ക് അടുപ്പമുള്ള ഒരു സ്ഥാനം നേടിത്തരുന്ന സംഗതികളല്ല ഈ രണ്ട് കാര്യങ്ങളും. സമ്പത്തുണ്ട്, സ്വാധീനമുണ്ട്, അധികാരമുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾക്ക് പടച്ചതമ്പുരാനോട് അടുപ്പം ഉള്ള സ്ഥാനം ലഭിക്കുകയില്ല. അതുപോലെ സന്താനങ്ങളുടെ കാര്യം, സന്താനങ്ങളുടെ ആധിക്യത്തിന് അല്ലെ ആൾബലമുണ്ട് എന്നതും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കണക്കില് ഉയർച്ചയോ ഉയർന്ന പദവിയോ നേടിത്തരുന്ന ഒരു സംഗതിയേ അല്ല. ഇല്ലാ മൻ ആമന വഅമില സ്വാലിഹ, വിശ്വാസം ഉൾക്കൊള്ളുകയും സൽപ്രവർത്തികളിൽ ഏർപ്പെടുകയും ചെയ്തവരുടെ കാര്യത്തിൽ ഒഴികെ. അപ്പൊ മാനദണ്ഡം സമ്പത്തും സന്താനങ്ങളും അല്ല, മറിച്ച് ഈമാനും അമാലു സ്വാലിഹാത്തുമാണ്. ഇതാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. സമ്പത്തുണ്ടായാലും ഇല്ലെങ്കിലും ഒരാൾക്ക് നല്ല ദൃഢബോധ്യമുള്ള ആളാവാം, സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനാവുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് സമ്പത്തും സന്താനങ്ങളും ആൾബലവും ഒന്നും ഇതിന്റെ ഒരു മാനദണ്ഡമല്ല, മറിച്ച് ഇല്ലാമൻ ആമന വഅമില സ്വാലിഹൻ, വിശ്വാസം ഉൾക്കൊള്ളുകയും സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു എന്നതാണ് അതിന്റെ മാനദണ്ഡം. അങ്ങനെ ചെയ്യുന്നവരൊഴികെ അവരുടെ കാര്യത്തില് സമ്പത്തും സന്താനങ്ങളും ഉണ്ടോ ഇല്ലേ എന്നതല്ല വിഷയം. സമ്പത്തുണ്ടെങ്കിലും സമ്പത്തില്ലെങ്കിലും, സന്താനങ്ങളും ആൾബലവും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനോട് വലിയ അടുപ്പമുള്ള സ്ഥാനം ഒരാൾക്ക് നേടാൻ യാതൊരു തടസ്സവും ഉണ്ടാവുന്നതല്ല. ഫഉലൈക ലഹും ജസാഉൽ ളിഅഫ്, അപ്പൊ അങ്ങനെ ഉള്ള ആളുകള് വിശ്വാസമുണ്ട്, അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാണ്, അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന വിധത്തിലുള്ള ശരിയായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെങ്കിൽ അത്തരം ആളുകൾക്ക് ഫഉലൈക ലഹും, അത്തരം ആളുകൾക്ക് ജസാഉൽ ളിഅഫ്, ഇരട്ടി പ്രതിഫലമാണുള്ളത്. ഇരട്ടിയുടെ ളിഅഫിന്റെ പ്രതിഫലമാണ് അവർക്കായിട്ടുള്ളത്. എന്ന് പറഞ്ഞ പ്രതിഫലങ്ങൾ അവർക്ക് ഇരട്ടിപ്പിച്ചാണ് അള്ളാഹു നൽകുക. വിശ്വാസം ഉൾക്കൊള്ളുകയും ശരിയായ നല്ല പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇരട്ടി പ്രതിഫലമാണ് നൽകപ്പെടുക. ബിമാ അമിലു, അവരുടെ
കർമ്മങ്ങളുടെ പേരിൽ, അവരുടെ സൽപ്രവർത്തനങ്ങളുടെ പേരിൽ. വഹും ഫിൽ ഗുർഫാത്തി ആമിനൂൻ, മാത്രമല്ല അവര് ഉന്നതമായ പാർപ്പിടങ്ങളിൽ നിർഭയരായിട്ട് കഴിയുന്ന ഒരു സൗഭാഗ്യം കിട്ടിയവരുമായിരിക്കും. വഹും ഫിൽ ഗുർഫാത്ത്, ഗുർഫത്ത് എന്ന് പറഞ്ഞാൽ അറ, മുറി എന്നൊക്കെയാണ് അർത്ഥം. വളരെ നന്നായി സജ്ജീകരിക്കപ്പെട്ട ഒരു താമസ സ്ഥലം, ഉയർന്ന തലത്തില് വളരെ വെൽ ഫേണിഷ്ഡ് ആയിട്ടുള്ള ഒരു അറ അല്ലെങ്കിൽ മുറി, ഒരു വാസസ്ഥലം എന്നൊക്കെ മനസ്സിലാക്കാതെ. അപ്പൊ വളരെ നിർഭയമായിട്ട് കഴിയാൻ സാധിക്കുന്ന വിധത്തിലുള്ള വളരെ സജ്ജീകരിക്കപ്പെട്ട അറകളിലാണ് അവര് നിർഭയമായിട്ട് കഴിയാൻ അവർക്ക് സാധിക്കുക. അള്ളാഹു അത്തരം ആളുകൾക്ക് ഏറ്റവും ഉന്നതമായ, ഏറ്റവും നല്ല മുന്തിയ വിധത്തിലുള്ള താമസ സൗകര്യം ഒരുക്കി നൽകുന്നതാണ് എന്നതാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. വഹും ഫിൽ ഗുർഫാത്തി ആമിനൂൻ, വളരെ നിർഭയമായിട്ട് അവർക്ക് ഈ ഉന്നതമായ സൗധങ്ങളിൽ അല്ലെങ്കിൽ ഈ ഏറ്റവും നന്നായി സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന അറകളിലും വീടുകളിലും ഒക്കെ ആയിട്ട് അവർക്ക് കഴിയാൻ സാധിക്കും എന്നതാണ് അവരെ കാത്തിരിക്കുന്ന അവരുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമായിട്ട് അവർക്ക് നൽകപ്പെടാൻ പോകുന്ന സംഗതി. ഇനി വല്ലദീന യസ്അഊന ഫീ ആയാതിന മുആജിസീൻ, വേറൊരു കൂട്ടരുണ്ടല്ലോ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, മനുഷ്യന് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സൂചനകളാണ് ദൃഷ്ടാന്തങ്ങൾ. അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച്, പ്രവാചകൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, പാരത്രിക ജീവിതത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ വിചാരണയെയും നരകത്തെയും സ്വർഗത്തെയും ഒക്കെ കുറിച്ച് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങളാണ് ആയാത്തുകൾ. അപ്പൊ ദൈവിക ദൃഷ്ടാന്തങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അവയെ പരാജയപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങുന്ന ആളുകൾ വല്ലാത്ത ഒരുക്കത്തിലാണ് അവർ. വല്ലദീന യസ്അഊന ഫീ ആയാതിന, അവരുടെ സഅയ്, അവരുടെ പ്രയത്നങ്ങൾ എന്തിലാണ്? നമ്മുടെ ആയാത്തുകളുടെ കാര്യത്തിലാണ് അവരുടെ പ്രയത്നം. നമ്മുടെ ആയാത്തുകൾ ഉൾക്കൊള്ളാനോ അതിന്റെ സൂചന മനസ്സിലാക്കാനോ ഒന്നുമല്ല, മറിച്ചോ മുആജിസീൻ, നമ്മുടെ ആയാത്തുകളെ തോൽപ്പിച്ച് കളയാം എന്ന വിധത്തില് അവയെ നേരിടാനാണ് അവര് ജീവിതകാലം മുഴുവനും ചെലവഴിക്കുന്നത്. ദൈവിക ദൃഷ്ടാന്തങ്ങളെ അവയുടെ അകക്കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ട് സത്യം തിരിച്ചറിയാൻ അവസരം നൽകപ്പെട്ടിട്ട് അത് ചെയ്യാതെ ദൈവിക ദൃഷ്ടാന്തങ്ങളെ വെല്ലുവിളിച്ച് അവയെ തെറ്റാണ് എന്നത് തെളിയിക്കാൻ വേണ്ടി, തോൽപ്പിക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവനും അതിനു വേണ്ടി മാറ്റിവെക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അത്തരം ആളുകളുടെ കാര്യം എന്താണ്? ഉലൈക ഫിൽ അദാബി മുഹ്ളറൂൻ, അനിവാര്യമായും പ്രത്യക്ഷപ്പെടുന്ന ശിക്ഷയിലായിരിക്കും അവര്. ഉലൈക ഫിൽ അദാബ്, അവര് ശിക്ഷയിലായിരിക്കും. ഏത് തരം ശിക്ഷയാണ്? ഹാലറാവുന്ന, മുഹ്ളറൂൻ എന്നാണ് ഇവിടെ പറയുന്നത്. അവർ ആ ശിക്ഷയിലേക്ക് ഹാജരാക്കപ്പെടുന്നവരായിരിക്കും. ശിക്ഷയുടെ മുന്നിലേക്ക് അവര് നയിക്കപ്പെടും. അപ്പോ പ്രത്യക്ഷത്തിൽ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയിലായിരിക്കും ഈ ആളുകൾ. ആരാണ് അത് ആളുകള്? ദൈവിക ദൃഷ്ടാന്തങ്ങള്, ആയാത്തുകള്. ഈ ആയാത്തുകളെ അവർ മത്സരത്തിലാണ് ദൈവിക ദൃഷ്ടാന്തങ്ങളുമായിട്ട്. എന്താണ് അവരുടെ താല്പര്യം? ഈ ദൃഷ്ടാന്തങ്ങള് പരമാവധി ശ്രമിച്ച് കാര്യങ്ങള് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചും വിലയിരുത്തിയും മനസ്സിലാക്കാൻ വേണ്ടിയൊന്നുമല്ല, അവയെ തോൽപ്പിക്കണം എന്ന ദൃഢനിശ്ചയത്തിലാണ് അവരുള്ളത്. എന്നിട്ട് പിന്നെ അവരുടെ പ്രയത്നം മുഴുവനും അതിനാണ്. ദൈവിക ദൃഷ്ടാന്തങ്ങള് ട്രാഷാണ്, പൊട്ടത്തരാണ്, അബദ്ധാണ്, വിഡിത്താണ് എന്നതൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി അവര് നിരന്തരമായി ശ്രമത്തിൽ ഏർപ്പെടുകയാണ്. അവരുടെ ജീവിതം ഒട്ടും തന്നെ പോസിറ്റീവായ ആശയങ്ങളോ നിലപാടുകളോ ഉള്ളതല്ല, നെഗറ്റീവാണ്. ദൈവിക ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ കണ്ണു തുറപ്പിക്കേണ്ട കാര്യങ്ങളാണ്. അവയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അത് ഏത് ദൃഷ്ടാന്തമായാലും, അത് ദൈവികമായി അവതരിപ്പിക്കപ്പെട്ട വെളിപ്പാടുകളായാലും പ്രപഞ്ചത്തിലുള്ള അസംഖ്യം പ്രതിഭാസങ്ങളായാലും, അതൊക്കെ തന്നെ ഈ പ്രപഞ്ചത്തെ സമഗ്രമായി ആസൂത്രണം ചെയ്ത ഒരു റബ്ബിനെ കുറിച്ച് നമുക്ക് ബോധ്യം തരുന്ന പ്രതിഭാസങ്ങളാണ്. അതിനെ ആ നിലക്ക് ഉൾക്കൊള്ളാതെ, ആ നിലക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ചില ആളുകൾ അതിനോടുള്ള മത്സരത്തിലാണ്. എന്താണ് അവരുടെ പ്രയത്നം? ആ മത്സരത്തില്
അതിനെ തോൽപ്പിച്ച് കളയാം. അത് ദൈവിക ദൃഷ്ടാന്തങ്ങളെ അല്ല, അത് വെറും വിഡ്ഢിത്തം ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കിയതാണ് എന്നത് സ്ഥാപിക്കലാണ് അവരുടെ നിരന്തരമായ ശ്രമം. അപ്പം അത്തരം ആളുകളുടെ കാര്യത്തില് ഉലായിക ഫിൽ അദാബി മുഹ്ളറൂൻ, ശിക്ഷയുടെ മുന്നിൽ അവര് ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും. ശിക്ഷ അവരെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായിട്ട് അവരുടെ കാര്യത്തിൽ പുലരുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ സൂറത്തു സബ 34 മുതൽ 38 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് വായിക്കുകയുണ്ടായത്. ഒന്ന് രണ്ട് പോയിന്റുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രവാചകന്മാരുടെ പ്രബോധനത്തിനോട് എല്ലാ സമൂഹങ്ങളും ഏറ്റവും ഏറെ എതിർപ്പോടുകൂടി രംഗത്ത് വരികയുണ്ടായിട്ടുള്ളത് അവരിലെ ആളും അർത്ഥവും ഒക്കെ ഉള്ള ആളുകളാണ്. സാമ്പത്തിക ശേഷി, ആൾബലമൊക്കെ ഉള്ള ആളുകളാണ്. ഏത് പ്രവാചകൻ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോഴും അതിനെതിരിൽ ആദ്യമായിട്ട് ചാടിപ്പുറപ്പെട്ട് രംഗത്ത് വന്നിരുന്ന ആളുകൾ. അതാണ് ഒരു കാര്യം ഈ ആയത്തുകൾ വ്യക്തമാക്കുന്നത്. അവരുടെ ഒരു ന്യായം, ഞങ്ങൾക്കാണല്ലോ സമ്പത്തും ആൾബലമൊക്കെ ഉള്ളത്, അപ്പൊ ഞങ്ങൾക്കാണല്ലോ ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കൂടുതൽ ലഭിച്ചതും ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ടവർ ഞങ്ങൾ ആണ് എന്നതിനുള്ള തെളിവാണല്ലോ അത് എന്നതാണ് അവർ പറഞ്ഞിരുന്ന ന്യായം. എന്നാൽ അള്ളാഹു സൂചിപ്പിച്ച ഒരു കാര്യം ഇവിടെ, സമ്പത്തുണ്ട്, സന്താനങ്ങളുണ്ട്, ആൾബലമുണ്ട് എന്നതൊന്നും തന്നെ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെയോ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നതിന്റെയോ സൂചനയല്ല. സമ്പത്തും സന്താനങ്ങളും നൽകുന്നതും നൽകപ്പെടാതിരിക്കുന്നതും ഒരുപോലെ ദൈവിക പരീക്ഷണം എന്നുള്ള നിലക്ക് അള്ളാഹു നിർവഹിക്കുന്ന കാര്യമാണ്. ചിലർക്ക് അള്ളാഹു അധികം നൽകുന്നു, ചിലർക്ക് വളരെ പരിമിതമായി നിയന്ത്രിച്ചു മാത്രം നൽകുന്നു. അത് ആരെങ്കിലും അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാണ് എന്നതിന്റെ സൂചനയേ അല്ല. അള്ളാഹുവിന്റെ പദ്ധതിയില്, അള്ളാഹുവിന്റെ സംവിധാനത്തില് അങ്ങനെ ഒരു അർത്ഥം അതിന് ഇല്ല. സമ്പത്തുണ്ട്, ആൾബലമുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവരായി മാറുന്നു എന്നത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. വേറെ ഒരു കാര്യം, ഈ രണ്ടു കൂട്ടരെ അള്ളാഹു അല്ലെങ്കിൽ രണ്ട് ക്വാളിറ്റീസ് ഉള്ള ആളുകൾ അള്ളാഹു ഇതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞല്ലോ, സത്യവിശ്വാസവും സൽക്കർമ്മവും ഉള്ളവരൊഴികെയെന്ന്. സാമ്പത്തിക ശേഷിയും അതുപോലെ സന്താന ശേഷിയും ഒക്കെ ഉള്ള ആളുകൾ, ആൾബലമുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സംഗതികളും തന്നെ അള്ളാഹുവിലേക്ക് അടുപ്പം നേടിക്കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളുമാണ്. ഏത് വിധത്തിലാണ്? മക്കളെ നന്നായി പോറ്റി വളർത്തുകയും ദൈവബോധമുള്ളവരാക്കി അവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ടെങ്കിൽ, സമ്പത്ത് നന്മയുടെ മാർഗത്തില്, നീതിയുടെ മാർഗത്തില്, സത്യത്തിന്റെ മാർഗത്തില് വിനിയോഗിക്കാൻ പിശുക്കില്ലാതെ അവര് സന്നദ്ധത കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായി മാറും. എന്നാൽ സമ്പത്തും സന്താനങ്ങളും ഉണ്ട് എന്ന ഒരൊറ്റ കാരണത്താൽ അവര് അള്ളാഹുവിന്റെ തൃപ്തി നേടിയവരാണ്, അള്ളാഹുവിനോട് അടുപ്പമുള്ളവരാണ് എന്നത് അവരുടെ തെറ്റിദ്ധാരണ മാത്രമാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. പിന്നെ ഈ അനുഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കാത്ത വിധത്തിൽ അവർക്ക് അങ്ങനെ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കും എന്നതാണ് അവരുടെ മൂഢമായ ധാരണ. ഐഹിക ലോകത്തെ അനുഗ്രഹങ്ങള് ഏത് നിമിഷം വേണമെങ്കിലും തട്ടിത്തെറിപ്പിക്കപ്പെടാം. 10 50 മക്കളുണ്ടായിരുന്ന ഒരു സഹാബിയെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുന്നത്, അദ്ദേഹം മരണത്തോടടുക്കുന്ന ഘട്ടത്തില് അവരൊക്കെയും തന്നെ പല ഘട്ടങ്ങളിലായിട്ട് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നതാണ്. എന്നാലോചിച്ച് നോക്കൂ. അപ്പോ അള്ളാഹു ഒരു പരീക്ഷണം എന്ന നിലക്കാണ് സന്താനങ്ങളെ നൽകിയിട്ടുള്ളത്. സന്താനങ്ങള് നമ്മുടെ വാർദ്ധക്യത്തില് നമുക്ക് പിൻബലമായി, ശക്തിയായി, പിന്തുണയായി, സഹായമായി ഒക്കെ ഉണ്ടാവുമെന്ന് എല്ലാവരും കണക്ക് കൂട്ടുമല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യത്തോട് അടുക്കുന്ന ഘട്ടത്തില് 50ഓളം മക്കൾ ഉണ്ടായിരുന്ന ഒരാള്, അവരൊക്കെയും തന്നെ നേരത്തെ വിട പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതാണ് വസ്തുത. സമ്പത്തിന്റെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക. വളരെ ഐശ്വര്യത്തില്, സാമ്പത്തിക ശേഷിയിലൊക്കെ കഴിഞ്ഞിരുന്ന ആള് ചിലപ്പോ ജീവിതാന്ത്യത്തില് വളരെ സാമ്പത്തികമായ പ്രയാസങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ഞെരുങ്ങുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാം. അപ്പൊ ഇതൊക്കെ തന്നെ അള്ളാഹുവിന്റെ തീരുമാനവും പരീക്ഷണവും ഒക്കെ അനുസരിച്ചുണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമാണ്.
സമ്പത്തുണ്ട്, സന്താനങ്ങളുണ്ട് എന്നത് കൊണ്ട് മാത്രമായിട്ട് അവര് അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവരായിട്ടുണ്ട് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നതാണ് ഈ ആയത്തുകളിൽ നൽകപ്പെടുന്ന സൂചന. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.